എടാ പിന്നെ നമുക്കിന്ന് അവിൽ വെച്ചിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. നമുക്ക് ആദ്യം വേണ്ടത് അവിൽ, പിന്നെ 3 സവാള, 3 മുട്ട, പിന്നെ കുറച്ച് മസാലപ്പൊടികൾ, അത്രേ ഉള്ളൂ. കുനുകുനാന്നരിയണം. ഇനി നമുക്ക് ഗ്യാസ് അടുപ്പ് ഓണാക്കി പാൻ വച്ചിട്ട് പാൻ ചൂടായ ശേഷം കുറച്ച് ഓയിൽ ഒഴിക്കണേ. കടുക്, കുനുകുനാന്നരിഞ്ഞിട്ട സവാള, കുറച്ചുപ്പ്, നന്നായിട്ട് കിണ്ടി കൊടുക്കണം. ഉപ്പിട്ടിട്ട് നന്നായിട്ട് കിണ്ടി കൊടുക്കണം. ഉപ്പ് കുറച്ചിട്ടാൽ മതി. മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടി. പൊടികളിലെ പച്ചമണം മാറിയ ശേഷം 3 മുട്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുട്ട എടുക്കാം, എത്ര വേണോ എടുക്കാം. ഞാൻ 3 എടുത്തിട്ടുള്ളൂ. ഇളക്കി കൊടുക്കാം. മുട്ട ഇട്ട ശേഷം നന്നായിട്ട് വേവുന്നതിന് മുന്നേ അവിലിടണേ. ഇനി നമുക്ക് അവിൽ തട്ടി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ആ മസാലകളെല്ലാം ഈ അവിലിനെ നന്നായിട്ട് പിടിക്കും വരെ ഇളക്കി കൊടുക്കണേ. ഉപ്പ് നോക്കിയപ്പോൾ ശകലം ഉപ്പിൻ്റെ കുറവുണ്ട്. മസാലകളൊക്കെ നന്നായിട്ട് വെന്ത് ചേർന്ന ശേഷം കുറച്ച് പാലിങ്ങനെ ഒഴിച്ചെടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. തീ കുറച്ച് വെച്ചിട്ട് വേണം. ഈ സമയം നന്നായിട്ട് തീ കുറച്ച് വയ്ക്കണം. കൂട്ടിയൊന്ന് വെച്ച് കളയല്ലേ. നിങ്ങൾക്ക് കരിവേപ്പിലയും മല്ലിയിലയൊക്കെ വേണമെങ്കിൽ ഇടാം. എൻ്റെ കയ്യിലിപ്പോൾ കരിവേപ്പില മാത്രമേ ഉള്ളൂ. ഞാൻ കരിവേപ്പില ഇട്ടിട്ട് ലാസ്റ്റ് ഒന്ന് നന്നായിട്ട് കിണ്ടി പറക്കി കൊടുത്ത് അതോടെ ഈ ഒരു സംഭവത്തിൻ്റെ പണി അങ്ങ് കഴിയാണ്. ഇനി കോരി വെച്ച് കഴിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് സാധനം. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ചൂടോടെ കഴിക്കാൻ അടിപൊളിയാണ്. ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ സെറ്റാണ്. അപ്പോഴേ ഇതുണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ അത്രേ ഉള്ളൂ.